ഹലോ എവരി വൺ, ഏവർക്കും വിൻസ്പയറിലേക്ക് സ്വാഗതം. HST ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപാട് ആളുകൾ കാത്തിരുന്ന ഒരു അപ്ഡേറ്റ് ആണ്. HST ഇംഗ്ലീഷിന്റെ ഫൈനൽ ആൻസർ കീ വന്നിട്ടുണ്ട്. 4 ചോദ്യങ്ങളാണ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. GK ഭാഗത്ത് നിന്ന് 3 ചോദ്യങ്ങളും ഗ്രാമറിൽ നിന്നുള്ള ഒരു ചോദ്യവുമാണ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ് ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് നോക്കാം. ഗ്രാമറിൽ നിന്നും ഡിലീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം വാട്ട് ഈസ് ദ സിനോണിം ഓഫ് റസ്റ്റിക് എന്നുള്ള ചോദ്യമാണ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. GK ഭാഗത്ത് നിന്ന് നമ്മുടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസ്താവന ചോദ്യം ഉണ്ടല്ലോ. ഞാൻ ആ ഒരു ചോദ്യം ഒന്ന് വായിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ്? ദ ഫസ്റ്റ് ഓൾ കേരള പ്രൊവിഷണൽ കോൺഫറൻസ് കണ്ടക്റ്റഡ് അറ്റ് മഞ്ചേരി എന്ന് പറയുന്ന ചോദ്യം അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദ പോർട്ടൽ സ്റ്റാർട്ടഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള ടു ഗെറ്റ് ദ സർവീസസ് ആൻഡ് പ്രൊസീഡിങ്സ് ഓഫ് ഗ്രാമപഞ്ചായത്ത് ടു പബ്ലിക് എന്ന ക്വസ്റ്റ്യനും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ GKയിൽ നിന്നുള്ള റിനൈൻസൻസ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ഇൻകറക്റ്റ് അബൌട്ട് റിനൈൻസൻസ്? ഹിസ്റ്റോറിയൻസ് യൂസ്ഡ് ദ ടേം റിനൈൻസൻസ് ടു ഡിസ്ക്രൈബ് ദ കൾച്ചറൽ ചേഞ്ചസ് ഓഫ് യൂറോപ്പ് ഫ്രം 19th സെഞ്ചുറി എന്ന് തുടങ്ങുന്ന ചോദ്യവും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ഒരു ചോദ്യം വായിച്ചത് നമ്മൾ 4 ആൽഫ കോഡുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അപ്പൊ അവർക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. GK ചോദ്യങ്ങൾ പല ആളുകളും സ്കിപ്പ് ചെയ്തത് കൊണ്ട് അത് പല ആളുകളെയും ബാധിക്കാൻ സാധ്യതയില്ല. പിന്നെ ഗ്രാമർ ഭാഗത്തുനിന്നും ഒരു ഡിലീഷനാണ് വന്നിട്ടുള്ളത്. സോ നമ്മുടെ കട്ട് ഓഫ് പരിഗണിക്കുമ്പോൾ 96 മാർക്കിനായിരിക്കും ഇനി കട്ട് ഓഫ് വരുന്നത്. ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. കൂടുതൽ അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.